പാപിയായിരുന്ന എൻ പേർക്കായി പാടുകൾ ഏറ്റ എൻ നാഥനേ, പാടി സ്തുതിക്കും ഞാൻ പാരിതിൽ പാർക്കും നാൾ, പാവനനാകുമൻ യേശുവേ. പാടി സ്തുതിക്കും ഞാൻ പാരിതിൽ പാർക്കും നാൾ, പാവനനാകുമൻ യേശുവേ. എന്നെ വീണ്ടെടുത്ത നാഥനായി, വീണ്ടും വന്നിടുമെൻ നാഥനായി, നന്ദിയോടുലകിൽ പാടും ഞാനെന്നും നല്ല നാഥനായി കീർത്തനങ്ങൾ. നന്ദിയോടുലകിൽ പാടും ഞാനെന്നും നല്ല നാഥനായി കീർത്തനങ്ങൾ. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ആരാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിന്റെ ദാസൻ എൻ രഘു സൂററ്റ്. മോർണിംഗ് വോയിസിൻ്റെ ശ്രോതാക്കൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഈ നല്ല പ്രഭാതത്തിൽ, കർത്തൃദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി സ്തോത്രം. ആരാധനയോടുള്ള ബന്ധത്തിൽ ഒരു വേദഭാഗം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായം, അതിൻ്റെ 25-26 വാക്യങ്ങൾ. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല, പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വളരെ ഹൃദയത്തിൽ നിന്നും അവൻ്റെ ഉൾപ്പൂകളിൽ നിന്നും വന്നതായ ഈ വാക്കുകൾ രാവിലെ ആരാധിക്കുവാനായിട്ട് ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്ന വാക്കുകളാണ്. കർത്താവ് പറയുകയാണ് പിതാവിനോട്, പിതാവേ, ഭൂമിക്കും സ്വർഗത്തിനും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നമ്മെ തൻ്റെ മഹാസത്യം വെളിപ്പെടുത്തുവാൻ, തൻ്റെ രക്ഷയുടെ കൃപയുടെ ആ വലിയ സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ വെളിപ്പെടുത്തുവാൻ പിതാവിന് പ്രസാദമായി. പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം ആയത്. പിന്നീട് നാം വായിക്കുന്നത്, പിതാവ് സകലവും പുത്രങ്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. ആ സകലവും എന്നത് നമുക്കവനെ അറിയുവാൻ കഴിയുന്ന, അവനെ ഗ്രഹിക്കുവാൻ കഴിയുന്ന അവൻ്റെ വലിയ കൃപയാണ്. പ്രിയമുള്ളവരെ, മഹാഭാഗ്യം നമുക്ക് ലഭിച്ചു. അവൻ്റെ അടുക്കലേക്ക് വരുവാൻ, അവൻ്റെ ആശ്വാസവും അവൻ്റെ സമാധാനവും നമ്മുടെ ആത്മാക്കൾക്ക് പ്രാപിപ്പാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയായി. 11-20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് അനേക പട്ടണങ്ങളിൽ അത്ഭുത പ്രവൃത്തികൾ നടത്തിയിട്ട് അവരാരും മാനസാന്തരപ്പെട്ടില്ല എന്നുള്ള ദുഃഖമാണ് 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. വീര്യപ്രവർത്തികൾ മിക്കതും നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടാകിയാൽ ശാസിച്ചു തുടങ്ങി. കോരസീന്, ബത്സൈദ, അതുപോലെ കഫർനഹൂം തുടങ്ങിയതായ ഇസ്രായേലിലെ, യഹൂദയിലെയും ഗലീലയിലെയും പട്ടണങ്ങളിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് അവരാരും മാനസാന്തരപ്പെടാകിയാൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ വളരെ ദുഃഖമുണ്ടായി. കർത്താവ് പറഞ്ഞത്, സോരിനും സീദോനും സഹിക്കാവും, ന്യായവിധി ദിവസത്തിൽ അവർക്ക് സഹിക്കുവാനായിട്ട് കഴിയും. സോദോമിനും ഗൊമോറയ്ക്കും സഹിക്കുവാനായിട്ട് കഴിയും. എന്നാൽ തൻ്റെ വീര്യപ്രവർത്തികളിൽ വിശ്വസിക്കാത്ത ഈ പട്ടണങ്ങൾ, കഫർനഹൂമിനെക്കുറിച്ച് പറയുന്നത്, നീ സ്വർഗത്തോളം ഉയർന്നിരുന്നാലും പാതാളത്തോളം താണുപോകും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മഹത്വമേറിയ സുവിശേഷം കേട്ടിട്ടും കർത്താവിൻ്റെ മഹിമ കണ്ടിട്ടും അവനെ വിശ്വസിക്കാത്ത അനേകായിരങ്ങൾ ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവ്
സോദോം ഗൊമോറയെ നശിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അബ്രഹാം അവനോട് കേണുവീണ് അപേക്ഷിച്ച് 50, 45, 40, 30, 20, 10 എന്ന കണക്കിന് ദൈവസന്നിധിയിൽ വിലപിച്ച് പക്ഷപാതം ചെയ്യുമ്പോൾ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തെ നശിപ്പിക്കുകയില്ലെന്ന് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു. എന്നാൽ പ്രിയമുള്ളവരെ, ഇവിടെ നാം വായിക്കുന്നത് കർത്താവ് അനേക വീര്യപ്രവൃത്തികൾ ഈ പട്ടണങ്ങളിലൊക്കെ ചെയ്തിട്ടും അവർ വിശ്വസിച്ചില്ല. അവിടെ പറയുന്നത് സോദോമിന് സംഭവിച്ച കാര്യങ്ങളെക്കാൾ ഭയാനകമായിരിക്കും എന്ന് അന്ന് പറയുകയായിരുന്നു. എന്നാൽ അതിനുശേഷം തൻ്റെ 33 വയസ്സ് പൂർത്തിയായപ്പോൾ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി, സർവ്വമാനവരാശിക്ക് വേണ്ടി യാഗമായി തീർന്ന കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം പരിശുദ്ധാത്മാവിനാൽ സത്യസുവിശേഷം ലോകമെല്ലാം വ്യാപരിച്ചിട്ടും സകല മനുഷ്യരും മാനസാന്തരപ്പെട്ട് സകല ലോകവും അവൻ്റെ മുമ്പാകെ അവൻ്റെ സന്നിധിയിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കേണ്ടതായ ഈ കാലഘട്ടത്തിൽ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടേണ്ട നാളുകളിൽ ഇന്നും അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ അവൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. ഇങ്ങനെ നാം വായിക്കുന്നു, ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലായിരിക്കുന്നു നമുക്ക് സന്തോഷിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ അബ്രഹാമിനെ പോലെ മണ്ണും വെറും ചാരവും പോലെയുള്ള ഞാൻ രട്ടുടുത്ത് തിരുസന്നിധിയിൽ വീണ് അപേക്ഷിക്കുന്ന ഇബ്രാഹാമിനെ പോലെ ദൈവസന്നിധിയിൽ വീണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിന് പ്രസാദം തോന്നി ഈ ശിശുക്കളായ, അറിവില്ലാത്തവരായ, ബലഹീനരായ, ജാതികളായ, കർത്താവുമായി ഒരു ബന്ധവും ഉണ്ടാകാതിരുന്ന നമ്മെ കർത്താവ് പ്രസാദം തോന്നി, തൻ്റെ പിതാവിന് പ്രസാദം തോന്നി, തൻ്റെ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയതോർത്ത്, അവൻ നമുക്ക് വെളിപ്പെട്ടു വന്നതോർത്ത്, അവൻ്റെ രക്ഷ നമുക്ക് ഗ്രഹിക്കുവാനിടയായതോർത്ത് നമുക്കവനെ സ്തുതിക്കാം, അവനെ ആരാധിക്കാം. അവൻ്റെ പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.